എല്ലാ ആത്മസുഹൃത്തുക്കൾക്കും ആത്മീയ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിൽ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിട്ടുള്ള കമന്റിനെ ആസ്പദമാക്കിയാണ്. അതിങ്ങനെയാണ്: ഹൗ ടു റിക്കഗ്നൈസ് ബ്രഹ്മൻ. ബ്രഹ്മത്തെ എങ്ങനെ റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും, അറിയാൻ പറ്റും എന്നാണ് ആ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള കമന്റ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഏതൊരു ആത്മാന്വേഷകനും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ കഥ കേൾക്കാം. ആ കഥ കേട്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആ കഥ ഇങ്ങനെയാണ്: ഒരു രാജ്യത്തെ മന്ത്രി തൻ്റെ അനുയായികളോടുകൂടി ഒരു രാജ്യത്തിൻ്റെ പട്ടണത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പട്ടണത്തിലൂടെ സഞ്ചരിച്ച് കുറേ നേരം സഞ്ചരിച്ചപ്പോൾ യാദൃശ്ചികമായിട്ട് ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഭിക്ഷക്കാരനെ കണ്ട ഉടനെ തന്നെ മന്ത്രി ആ തേരിൽ നിന്ന് ഇറങ്ങി, പുറത്തുനിന്ന് ഇറങ്ങി ഉടനെ തന്നെ താഴെ ഇറങ്ങി ആ ഭിക്ഷക്കാരനെ സാഷ്ടാംഗം പ്രണമിച്ച ശേഷം അങ്ങ് ആരാണ് എന്ന് ചോദിക്കും. അപ്പം പറയും, ആ പയ്യൻ പറയും, ഞാനൊരു അനാഥനാണ്, ഭിക്ഷക്കാരനായിട്ട് ഇപ്പം എനിക്ക് ഉപജീവനം നടത്താൻ വേണ്ടിയിട്ടാണ് ഭിക്ഷ അയക്കുകയാണ്. അപ്പോൾ മന്ത്രി ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പം ആ പയ്യൻ പറയും, 18 വയസ്സുണ്ടാവും പയ്യന്. പയ്യൻ പറയും, ഞാൻ ഒരു കാട്ടിലായിരുന്നു ആദ്യം. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. അമ്മ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള സമയത്ത് തന്നെ മരിച്ചുപോയി. പിന്നെ ഞാൻ അനാഥയായി. പിന്നെ എന്നെ നോക്കാൻ ആരുമില്ല. ഞാനിങ്ങനെ അലഞ്ഞു നടന്നു. പിന്നീട് ഞാനിങ്ങനെ തെണ്ടി ജീവിക്കുകയാണ്. അപ്പോഴാണ് മന്ത്രിക്ക് ഓർമ്മ വരുന്നത്. മന്ത്രി ഈ മുഖം കണ്ടിട്ടാണ്, അതായത് ഈ പയ്യന്റെ മുഖം കണ്ടിട്ടാണ് മന്ത്രി താഴെ ഇറങ്ങിയത്. കാരണം മന്ത്രിക്ക് ആരോ എന്തോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് മന്ത്രി താഴെ ഇറങ്ങിയിട്ട് ഈ പയ്യന്റെ മുഖം കണ്ടപ്പോൾ താഴെ ഇറങ്ങുന്നത്. അപ്പോൾ മന്ത്രി പറയും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനാണ് നിങ്ങളെയും രാജ്ഞിയായ അമ്മയെയും കാട്ടിലെത്തിച്ചത്. യുദ്ധസമയത്ത് യുദ്ധത്തിലെ മഹാരാജാവ് കൊല്ലപ്പെടുകയും രാജ്ഞിയെയും മകനെയും വധിക്കാൻ നോക്കുന്ന സമയത്ത് മുന്നായിട്ട് ഞാനും എൻ്റെ അനുയായികളും ആണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ രക്ഷപ്പെടുത്തി ഒരു കാട്ടിലെത്തിച്ചെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തിരിച്ചു വരേണ്ടി വരികയും പിന്നീട് ഞാൻ ആ കാട്ടിൽ വന്നപ്പോൾ നിങ്ങളാരും കാണാതെ എനിക്ക് നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ നിങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താനോ സാധിച്ചില്ല. പിന്നീട് നമ്മൾ ഭടന്മാരെ ഉപയോഗിച്ച് രാജ്യം പിടിച്ചു. എങ്കിലും നമ്മൾക്ക് രാജാവില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാജകുമാരനാണ്, രാജാവിൻ്റെ മകനാണ്. നിങ്ങളുടെ മുഖം അത് പറയുന്നുണ്ട്. മറ്റാർക്കും നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. ആ മൊമെന്റിൽ തന്നെ ആ പയ്യൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ഒരു രാജകുമാരനാണ്, ഞാൻ രാജാവാണ്, ഞാനൊരു തെണ്ടിയല്ല, ഞാനൊരു ഭിക്ഷക്കാരനല്ല. ആ ഒരു നിമിഷം കൊണ്ട് തന്നെ തെണ്ടിയായ ഒരു ഭിക്ഷക്കാരനായ മനുഷ്യൻ താൻ രാജകുമാരാണ്, രാജാവാണ് എന്ന്, ഒരു രാജ്യത്തിന്റെ അധികാരിയാണെന്ന് മനസ്സിലാക്കുക. അതിന് അയാൾക്ക് എത്ര നേരം വേണ്ടി വന്നു? ഒരു ഞൊടി. മന്ത്രി പറയുന്ന ആ ഞൊടി മാത്രം മതി ഞാൻ രാജാവാണ് എന്ന് മനസ്സിലാക്കാൻ. അപ്പം തന്നെ അദ്ദേഹം ഓർഡർ കൊടുക്കുകയാണ്, മന്ത്രി നിങ്ങൾ അങ്ങനെ ചെയ്യ്, നമ്മൾ രാജ്യത്ത് ഇങ്ങനെ ചെയ്യണം. അപ്പം തന്നെ അയാൾ രാജാധികാരത്തിന്റെ രാജാവാണെന്നുള്ള മനസ്സിലാക്കിയാണ്. ഈ കഥ പറയാൻ കാരണം നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് സത്യം. ഇപ്പം സുഹൃത്ത് വന്ന് ചോദിച്ചാൽ എന്താണ്, ഹൗ ടു റിക്കഗ്നൈസ് ബ്രഹ്മൻ, ഞാൻ ആരാണ്, അല്ലെങ്കിൽ ആത്മാവ് എന്താണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നാണ് ചോദിച്ചത്. ഞാൻ ആ സത്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന മൊമെന്റിൽ ഞാനൊരു വ്യക്തിയല്ല, ഞാൻ എന്നെ പറയുന്ന രാമനോ റഹീമോ ഗോപാലനോ സീതയോ രമണിയോ അല്ല എന്ന് തിരിച്ചറിയുന്ന മൊമെന്റിൽ നമ്മൾ ആത്മാവ് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ അത്ര സമയമൊന്നും വേണ്ട, ഒരു ഞൊടി മതി. ആ ഞൊടിയിൽ തന്നെ റിക്കഗ്നൈസ് ചെയ്യും. ഇതേ ചോദ്യം നമ്മുടെ രമണ മഹർഷിയോട് ഒരു
ശിഷ്യൻ ചോദിക്കുന്നുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. ഞാൻ എങ്ങനെ എൻ്റെ സ്വരൂപത്തിലെത്തും? അദ്ദേഹം ചോദിക്കുകയാണ്. സ്വരൂപത്തിലെത്താനൊന്നുമില്ല. ആത്മാ എത്തിച്ചേരേണ്ടതാണെങ്കിൽ ഇതിവിടെ ഇപ്പോൾ ഇല്ലാത്തതാണെന്നും അത് ഇനി നേടേണ്ടതാണെന്നും വന്നു ചേരുന്നു. നമ്മൾ എന്തോ നേടിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ആത്മാവിനെ, അല്ലെ ബ്രഹ്മത്തെ എന്ന് നമ്മൾ വരുമ്പോൾ അത് സത്യമായിരിക്കില്ല. അത് ഇപ്പോൾ ഇവിടെ ഉള്ളത് മാത്രമേ സത്യമാവുള്ളൂ. അത് മുമ്പ് കുറെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ എഫർട്ട് എടുത്തിട്ട് നേടിയെടുക്കേണ്ട ഒരു സംഭവമാണെങ്കിൽ അത് സത്യമായിരിക്കില്ല. അത് നഷ്ടപ്പെട്ടു പോകും. നേടുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അദ്ദേഹം പറയുന്നുണ്ട്, പുതിയതായി കിട്ടുന്നതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ അത് അനിത്യമാണ്. നിത്യമല്ലാത്തതിനു വേണ്ടി പരിശ്രമം വ്യർത്ഥമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവിനെ പ്രാപിക്കേണ്ടതല്ല, നീ തന്നെ ആത്മാ, നീ ഇപ്പോൾ തന്നെ അതാണ്. തത്വമസി, സത്യമിതാണ്. താങ്കൾ താങ്കളുടെ ആനന്ദമായ സ്വരൂപസ്ഥിതിയെ അറിയുന്നില്ല. അതായത് നമ്മൾ എഫേർട്ട് എടുത്ത് കണ്ടെടുത്തേണ്ട ഒരു സംഭവമല്ല. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കണ്ണട തിരഞ്ഞെടുക്കണം, വീട്ടിൽ ചുറ്റോടും തിരഞ്ഞെടുക്കുകയാണ്. അന്വേഷിച്ച് എവിടെയും നമ്മൾ കാണുന്നില്ല. അപ്പോഴാണ് തൊട്ടടുത്ത് വേറൊരാള് ഇങ്ങനെ കടന്നു വരുന്നത്. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ കണ്ണട അവിടെ വെച്ച് മറന്നുപോയി, കാണുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം ഈ കണ്ണട അല്ലേ നിങ്ങളെ മുഖത്ത്? അയ്യോ, കണ്ണട എൻ്റെ മുഖത്തുണ്ടോ? അപ്പൊ എത്ര ടൈം ഉണ്ട് വന്നു കണ്ണട എന്ന്, തൻ്റെ മുഖത്ത് കണ്ണട ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിയുന്നതിന് ഒരു ഞൊടിയിൽ അയാൾ ഒരു ഒരാള് നിങ്ങൾ ഉണർത്തേണ്ട ആവശ്യമേ മാത്രമേ വന്നുള്ളൂ. അതേപോലെ ഒരു ഗുരു നിങ്ങളോട് പറയാണ്, നിങ്ങൾ തന്നെയാണ് ആ സത്യം, നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതാണ്, നിങ്ങൾ ബ്രഹ്മം തന്നെയാണ്, നിങ്ങൾ സത്യം തന്നെയാണ്, നിങ്ങൾ ആത്മാവ് തന്നെയാണ് എന്ന് നിങ്ങളെ ഒരു ഗുരു നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉൾക്കൊണ്ട് അതിനെ മനനം ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ അത് അറിഞ്ഞാൽ മാത്രം മതി. നിങ്ങളൊന്നും ചെയ്യേണ്ട, എഫേർട്ട് എടുക്കണ്ട. എഫേർട്ട് എടുത്തിട്ട് കണ്ടുപിടിക്കുന്നതെല്ലാം നിങ്ങൾ ഇല്ലാത്തതിനെയാണ് നേടിയെടുക്കുന്നത്. ഉള്ളതിനെ നേടേണ്ട ആവശ്യമില്ല. അത് എന്നും ഉള്ളത് തന്നെയാണ്. ആത്മാതത്വം എന്ന് പറയുന്നത് എന്നും ഉള്ളത് തന്നെയാണ്. അത് അനുഭവിക്കുന്ന സദാസമയം നിങ്ങളെ അനുഭവിച്ചുകൊണ്ട് ആത്മാവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ എല്ലാ വ്യവഹാരങ്ങളും ചെയ്യുന്നത്. ആത്മാവിൻ്റെ അനുഭവമില്ലാതെ, അല്ലെങ്കിൽ അറിവിൽ, അല്ലെങ്കിൽ അതിൻ്റെ സാമീപ്യമില്ലാതെ ഒരു ജീവനും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ആത്മതത്വത്തിൽ, ആത്മാവിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിദ്യയിലാണ്, അജ്ഞതയിലാണ്. അപ്പോൾ അജ്ഞത എന്താണെന്ന് തിരിച്ചറിയേണ്ട മാത്രമേ ഉള്ളൂ. അവിദ്യയിലാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു അച്ഛൻ, ഒരു അമ്മയ്ക്ക് അച്ഛനും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് നമ്മളൊരു പേര് കൊടുക്കും, ഗോപാലൻ. ആ കുഞ്ഞ് ഗോപാലനാണോ വെച്ചാൽ ഗോപാലനാണോ, അല്ലെങ്കിൽ വേറൊരു പേര് രാമൻ എന്നൊരു പേരിട്ടു, അല്ലെങ്കിൽ റഹീം, മുഹമ്മദ്, അങ്ങനെ എന്ത് പേരിട്ടു. നമ്മൾ ചോദിക്കുക, ആ മുഹമ്മദിനോട് വെച്ചാൽ നീ മുഹമ്മദ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പേര് ആ സുഹൃത്തിന്റെ മേലെ, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മേലെ അച്ഛനും അമ്മയും ചാർത്തുന്നതാണ്. യഥാർത്ഥ ഒരു ലേബൽ ഒട്ടിക്കുകയാണ്. നമ്മൾ ഒരു സിനിമയ്ക്ക് പേരിടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബോർഡിന് നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ അതിനൊരു പേരിടുന്ന പോലെ ഒരു പേരിടുക. യഥാർത്ഥത്തിൽ അത് സത്യമാണോ? അല്ല. നമ്മുടെ മേലെ ഒരു ലേബൽ ഒട്ടിക്കുകയാണ്. നിങ്ങളിത് ഇന്നതാണ്, നിങ്ങളെ ഇത് വിളിക്കുമ്പോൾ നിങ്ങൾക്കൊരു നമ്പർ തരുന്ന പോലെ. അപ്പൊ പേര് വിളിക്കുമ്പോൾ നമ്മളെ ചാർത്തപ്പെടുന്ന ഐഡന്റിറ്റി എന്താണെന്ന് നമ്മുടെ പേരാണ്. നമ്മൾ പേരിനെ നമ്മൾ മറന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനതല്ല. ഞാൻ ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉദ്ദേശിക്കുന്നതാണ്. പിന്നീട് അയാള് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ആ പയ്യൻ വളർന്നു വലുതായി ജോലി കിട്ടുമ്പോൾ അയാൾ ഒരു തൊഴിലാളിയായി, അല്ലെങ്കിൽ ഒരു സ്റ്റാഫായി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ അയാളൊരു മുതലാളിയായി. വിവാഹം കഴിച്ചാൽ അയാളൊരു ഭർത്താവായി. അപ്പൊ ഭാര്യന്റെ മുന്നിൽ അയാളൊരു ഭർത്താവ് എന്ന ഐഡന്റിറ്റി അയാൾക്ക് കിട്ടും. അപ്പോൾ ഒരാൾക്ക് തന്നെ പല ഐഡന്റിറ്റി. ഇപ്പം അയാൾക്ക് കുട്ടികൾ ഉണ്ടായാൽ അയാൾ അച്ഛനായി മാറി. അപ്പം അയാളുടെ മുന്നിൽ മക്കൾ വരുമ്പോൾ അയാള് ഭർത്താവ് എന്ന
അല്ല സോറി, അച്ഛൻ എന്ന ഐഡന്റിറ്റി വരും. ഭാര്യ വരുമ്പോൾ ഭർത്താവ് എന്ന ഐഡന്റിറ്റിന് അല്ലെങ്കിൽ ഭർത്താവ് എന്നൊരു പ്രൊജക്ഷനാണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഐഡന്റിറ്റിയിൽ ജീവിക്കുമ്പം അത് തന്നെയാണ് നമ്മൾ അജ്ഞത. അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളതായ സങ്കല്പങ്ങൾ വീണ്ടും, അതായത് പ്രകൃതി ഒരു സങ്കല്പം, ഒരു ജീവൻ, ഒരു ശരീരമുള്ള പഞ്ചഭൂത നിർമ്മിതമായ ശരീരമുള്ള ഒരു ജീവൻ ആ ജീവനെ അതിൻ്റെ മേലെ മനുഷ്യൻ അവൻ്റെതായ സങ്കല്പങ്ങൾ വീണ്ടും മെനയുമ്പോഴാണ് അത് അവിദ്യ എന്ന് പറയും. ഉദാഹരണമായിട്ട് നമ്മുടെ സങ്കല്പങ്ങളാണ് നമ്മൾ ഈ കാണുന്ന പ്രകൃതിയിലുള്ള എല്ലാ ഡെവലപ്മെന്റും. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്, കാറ്, പിന്നെ നമ്മൾ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ്, ഇതെല്ലാം മനുഷ്യ സങ്കല്പങ്ങളാണ്. അത് നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളാണ് മെറ്റീരിയലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിദ്യ എന്തുകൊണ്ടാണ് വിദ്യ എന്ന് പറയുന്നത്? പ്രകൃതിയാലുള്ളതെല്ലാം വിദ്യയാണ്. അത് ഈശ്വര നിർമ്മിതമാണ്. പ്രകൃതിയിൽ തന്നെ ഈശ്വരൻ തന്നെ സൃഷ്ടിച്ച രീതിയിൽ. ഇപ്പൊ നമ്മളൊരു നമ്മളാണ് മൃഗത്തിന് പേരിടുന്നത്, അല്ലെങ്കിൽ ആ പേര് വിളിക്കുന്നത്. ആ മൃഗത്തിന് അറിയില്ല അതിന്റെ പേര് അതാണെന്നുള്ളത്. പോത്താണെങ്കിലും ഒരു നായയാണെങ്കിലും ഒരു സിംഹമാണെങ്കിലും ആ സിംഹം എന്ന് പേരിട്ടത് മനുഷ്യനാണ്. അല്ലാതെ സിംഹത്തിന് സിംഹം എന്ന് പേര് അറിയില്ല. മനസ്സിലായി? നമ്മളാണ് അതിന്റെ മേലൊക്കെ ചാർത്തുന്നത്. മനുഷ്യന് അവബോധമുള്ളത് കൊണ്ട്, അവന്റെ അവയർനെസ് കൊണ്ടാണ് അവനൊരു പേര് ആ മൃഗത്തിന്റെ പേര് ചാർത്തുന്നത്. മനസ്സിലായി? ആ മൃഗത്തിന് ഒരിക്കലും അറിയാതെ താൻ സിംഹമാണെന്നോ ആനയാണെന്നോ പട്ടിയാണെന്നോ പൂച്ചയാണെന്നോ എലിയാണോ ഒന്നും അറിയില്ല. അതെല്ലാം നമ്മൾ ചാർത്തുന്നതാണ്. അപ്പൊ മനുഷ്യന്റെ സങ്കല്പത്തില് ഇപ്പം മനുഷ്യൻ പ്രകൃതി ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ ഉള്ളത്, അതുപോലെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കി നമ്മൾ മനുഷ്യൻ പഠിക്കേണ്ടതുണ്ട്. കുറെ പ്രകൃതിയായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൽ വിദ്യയാണ്. നമ്മൾ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ സങ്കല്പങ്ങൾ ആ പ്രകൃതിയിലുള്ള മെറ്റീരിയലൈസ് വെച്ച് നമ്മൾ വീണ്ടും സങ്കല്പങ്ങൾ മേയുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മൃഗത്തിന്, പട്ടിക്ക് അച്ഛൻ, അമ്മ, ഭാര്യ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവര് പ്രജനനം നടത്തുന്നുണ്ടാവും, കുട്ടികൾ ഉണ്ടാവുന്നുണ്ടാവും. അമ്മ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രകൃതിയാലുള്ള ത്വര കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നുണ്ടാവും. എന്നല്ലാതെ നമ്മളൊരു സമൂഹം കെട്ടിപ്പടുക്കുന്ന പോലെ അവരൊരു സമൂഹം കെട്ടിപ്പിടിച്ച അച്ഛൻ, അമ്മ, ഒരു ഫാമിലി സെറ്റപ്പ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം മനുഷ്യന്റെ സങ്കല്പങ്ങളാണ്, മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള സങ്കല്പങ്ങളാണ്. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ മമത്വം കൊണ്ടുവന്നിട്ട്, പൊസസീവ്നെസ് ഒക്കെ കൊണ്ടുവന്നത് എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നുള്ള പൊസസീവ്നെസ് ഒക്കെ കൊണ്ടുവരികയാണ്. ആ പൊസസീവിന് മമത്വം എൻ്റേതാന്നുള്ള ചിന്ത, അത് മൃഗങ്ങൾക്ക് ആ ചിന്തകൾ ഉണ്ടാവില്ല. മൃഗങ്ങളിൽ ചെറിയ രീതിയിൽ ബേസിക് ഇൻസ്റ്റിക്റ്റ് ആയിട്ടുള്ള സഹജാവബോധം ഉണ്ടാവും. ഇപ്പൊ ഒരു കിളിക്ക് ആ കിളീന്റെ കുഞ്ഞിനെ അതിന്റെ പറക്കം മുറ്റുന്നത് വരെ അത് ചിലപ്പോൾ നോക്കിയായിരിക്കും. അതേപോലെയല്ല മനുഷ്യൻ അവന്റെ ജീവിതകാലം 80 വയസ്സ്, 90 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതുവരെ അവൻ മകളായിട്ടും മകനായിട്ടും എല്ലാം പരിപാലിച്ച് അവന്റെ ജീവിതം തീർക്കുകയാണ്. അവൻ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം അവൻ നടത്തുന്നില്ല. പക്ഷേ നമുക്ക് ആ ശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവബോധം തന്നിട്ടുള്ളത്. ഈ അവബോധം ഉപയോഗിച്ചിട്ട്, ആ ടോർച്ച് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചടിക്കണം. നമ്മൾ ചെയ്യുന്നത് പുറത്തേക്കാണ് ആ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടോർച്ച് നമ്മളെ മേലേക്ക് തന്നെ അടിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മളെ തന്നെ ടോർച്ച് അടിച്ച് നോക്കി നമ്മൾ റീകഗ്നൈസ് ചെയ്യുമ്പോഴാണ് ഞാൻ ആരാണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ആരാണ് എന്ന് നമ്മൾ തനിയെ ചോദിക്കുമ്പോൾ മാത്രമേ, നമ്മൾ ഒരാളോടല്ല മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ഞാൻ ആരാണെന്ന് അപ്പം അതല്ല, നമ്മളോട് തന്നെ ചോദിക്കാം ഞാൻ ആരാണ് എന്ന ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുന്ന ആ മൊമെന്റിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മൾ ഈ പറയുന്ന നമ്മളെ മേലെ ആരോപിച്ച നമ്മുടെ പേര്, റഹീം എന്ന പേരോ അല്ലെങ്കിൽ അച്ഛൻ എന്ന് ചാർത്തപ്പെട്ട ആ പട്ടമോ, അമ്മ എന്ന് ചാർത്തപ്പെട്ട ആ പട്ടമോ, അല്ലെങ്കിൽ പേരക്കുട്ടി, അങ്ങനെയുള്ള ഒരുപാട് റോളുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ എൻ്റെ വെറും മമതാബന്ധങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വെറും തോന്നലുകളാണ്, സങ്കല്പങ്ങളാണെന്ന് മനസ്സിലാവും. ആ സങ്കല്പങ്ങളൊക്കെ ഒഴിവാക്കി പൂർണ്ണമായി ചിത്തം ശുദ്ധി ചെയ്ത് ഞാൻ എന്നത് വെറും ആത്മസത്യം തന്നെയാണ്, ബോധം തന്നെയാണ്, കോൺഷ്യസ്നെസ് ആണ്, സൂപ്പർ കോൺഷ്യസ്നെസ് ആണ് എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സത്യം. അതിന്
നമുക്ക് എത്രമാത്രം എഫേർട്ട് ആവശ്യമുണ്ട്? ചുമ്മാ ഒരു എഫേർട്ടും ഇല്ല, വെറുതെ സൈലൻസിലിരുന്ന് ഏകാന്തതയിലിരുന്ന് പൂർണ്ണമായിട്ടും നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ മാത്രം മതി. അതിന് എത്രമാത്രം അതിനൊരു ചെലവുമില്ല. അതിന് പ്രത്യേകിച്ച് ഒരു ചെലവും ഇല്ലാത്തൊരു സംഭവമാണ്. പണം വേണ്ട, പ്രത്യേക സാഹചര്യങ്ങൾ വേണ്ട. നിങ്ങൾ ചുമ്മാ ഇരിക്കാൻ നിങ്ങൾ മനസ്സ് കണ്ടെത്തുക, മനസ്സിലേക്ക് നോക്കുക. അപ്പം മനസ്സ് ഇല്ലാത്തതാണെന്നും ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നും ഈ ആത്മാവിൽ തന്നെയാണ് എനിക്ക് ഈ പ്രപഞ്ചത്തെ ഞാൻ കാണുന്നതെന്നും തിരിച്ചറിയാനുള്ള ശേഷി ചിത്തം ശുദ്ധിയാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടതാകെ നമ്മൾ ജീവിക്കുന്ന വികാര വിചാരങ്ങൾക്ക് സാക്ഷിയാവുക എന്ന് മാത്രമാണ്. അപ്പോൾ ഓരോ മനുഷ്യനും വികാരങ്ങളിലും ആസക്തിയിലുമാണ് ജീവിക്കുന്നത്. അപ്പോൾ ആസക്തിയിൽ നിന്ന് ആഗ്രഹങ്ങൾ അത് വികാരങ്ങളായിട്ടും വികാരങ്ങൾ അത് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ തത്രപ്പാടിലുമാണ് മനുഷ്യൻ അവിദ്യയിലായി പോകുന്നത്. അതിൻ്റെ ഒരു റിവേഴ്സ് പരിണാമത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ മനസ്സിലേക്ക് നിങ്ങൾ തിരിച്ചെത്തി, ആത്മാവിലേക്ക് തിരിച്ചെത്തി സത്യം ബോധ്യമാവുകയും ചെയ്യും. അപ്പം മനസ്സിൻ്റെ ഒരു റിവേഴ്സ് പരിണാമം മാത്രമാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയും പറഞ്ഞ് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുക. സന്തോഷം. നന്ദി. നമസ്കാരം.